ഹലോ വിവേഴ്സ്, ബ്ലൻഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. വർഗീയത പടർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? മതസ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആൾക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ബഠായിക്കാൻ. ഇത് ഞാനല്ല പറയുന്നത്, നമ്മുടെ മീഡിയ വൺ ചാനലാണ്. ഹിന്ദുത്വ പടർത്തുന്ന കാന്താര, അതാണ് നമ്മുടെ കാന്താര മൂവിക്കുള്ള റിവ്യൂ ആയിട്ട് മീഡിയ വൺ കൊടുത്ത്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുണ്ടാകുന്ന ചാനൽ ജനൻ ടി വി ആണ്. പക്ഷെ ജനൻ ടി വി ഒക്കെ ശിശു, അതിലും മേലെയാണ് മീഡിയ വണ്ണ്. വർഗീയതയുടെ പരമോന്നത ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു ചാനൽ, അല്ലെങ്കിൽ ആ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു ചാനൽ, ഒരു സാമാന്യം ബോധമുള്ള ഏതെങ്കിലും ഒരു ഇത്ര മെയിൻ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു ചാനൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമോ? ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണും മീഡിയ വണ്ണിൻ്റെ റിവ്യൂ, മീഡിയ വണ്ണിനെ കുറിച്ചുള്ള കാന്താരയെ കുറിച്ചുള്ള മീഡിയ വണ്ണിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. ഹിന്ദുത്വ പടർത്തുന്ന ഹിന്ദുത്വ ആശയങ്ങൾ പടർത്തി സമൂഹത്തിലേക്ക് പടർത്തുന്ന മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് കാന്താര എന്ന സിനിമയിലൂടെ എന്നാണ് മീഡിയ വണ്ണ് പറഞ്ഞു വെക്കുന്നത്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് മതഭ്രാന്ത്, മതവെറി മൂത്ത അല്ലെങ്കിൽ വർഗീയത തലയ്ക്ക് പിടിച്ച കുറച്ച് ടീമുകൾ കുത്തിയിരുന്നിട്ട് ക്യാമറ ഓണാക്കി അങ്ങോട്ട് വായി തോന്നുന്ന വിളിച്ചു പറയാം. നമുക്കൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരുപാടാണ്. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം ചിലപ്പോൾ ഇങ്ങനെ ചെറ്റത്തരങ്ങളായിട്ട് വിളിച്ചു പറയുന്നതിന് ആരും ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുമാകാന്നുള്ളൊരു ധാർഷ്ട്യം ഉണ്ട് അവർക്ക്. ഇപ്പം ഞാനിത് പറയുന്നത് കണ്ടിട്ട് ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആരും വരുമൊന്നും വേണ്ട. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു പുല്ലുമില്ല. സംഭവം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അതേ അഭിപ്രായമായിരിക്കും നിങ്ങൾക്കും ഉള്ളത്. ഞാൻ ഈ ഒരുപാട് കുത്തിത്തിരിപ്പ്, വർഗീയ പരാമർശങ്ങൾ, വർഗീയത ചായ്വുകൾ ഉള്ള ഒരുപാട് ചാനൽ കണ്ടിട്ടുണ്ട് നാട്ടിൽ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്ന ഈ ജനൻ ടി വിയെ പോലുള്ള ചാനലുകളായിരിക്കും മെയിൻ പന്തിയിൽ നിന്നാണ്. പക്ഷെ ജനൻ ടി വിയുടെ അപ്പനായിട്ട് വരും ഈ പറയുന്ന മീഡിയ വണ്ണ്. കാരണം അമ്മാതിരി കുത്തിത്തിരിപ്പാണ്. ആ സിനിമയെക്കുറിച്ച് അവർ പറയുന്ന റിവ്യൂ കാണണം നിങ്ങൾ. ഹിന്ദുത്വത്തിലുള്ള ആ ഒരു ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്താനും ഒക്കെ സിനിമ ചെയ്യുന്നതെന്നാണ് മീഡിയ കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലെന്താ. ഇപ്പൊ ഈ പറയുന്ന ഗുളികൻ, അതുപോലെ തന്നെ ഈ വെച്ചാരാധന നടത്തുന്ന കാട്ടിലുള്ള ആദിവാസി സമൂഹങ്ങളുടെ അങ്ങനെ ഒരു ട്രൈബൽ, അങ്ങനെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ ഫക്രുദ്ദീൻ ഗുളികെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സുലൈമാൻ ഗുളികെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുമോ അതിനെ? അവര് കുറച്ച് അവിടുത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവര് ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിത്ത്, അങ്ങനെ ഒരു ആചാരത്തിലാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് പകരം നിങ്ങൾ ഈ പറയുന്ന പോലെ അവിടെ കൊണ്ടൊരു മുസ്ലിം പള്ളിയും എഴുതി വെച്ചിട്ട് സുലൈമാൻ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ആരാധിക്കാൻ പറ്റും ഒരു തൊപ്പി വെച്ച് കൊടുത്തിട്ട്? അങ്ങനെയാണോ ചെയ്യണ്ടേ? ഇത് സിനിമയല്ല, ഇതൊരു മിത്താണ്, ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കോട്ട് ചെയ്ത് ഒരു സിനിമ എഴുതുമ്പോൾ ആ വിശ്വാസങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ഹിന്ദുത്വ പടർത്താൻ നോക്കി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്ന റിവ്യൂ ഒക്കെ കാണണം. ഋഷഭ് ഷെട്ടിക്ക് അഭിനയിക്കാൻ വയ്യ. ഋഷഭ് ഷെട്ടി ഭരിപ്പിക്കുന്നില്ല, മുഖത്ത് വികാരങ്ങൾ വരുന്നില്ല, ഭയങ്കര മോശമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ അടിച്ച് വലിച്ച് നീട്ടുക, ഭയങ്കര. ഋഷഭ് ഷെട്ടി കഷ്ടപ്പെട്ട അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത് കണക്റ്റ് ആകുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സിനിമയെ വർഗീയ ചേരുവ കൊണ്ട് ഒരു സിനിമയെ തകർക്കാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. എൻ്റെ പൊന്ന് മീഡിയ വണ്ണ അരിയാഹാരം കഴിക്കുന്ന മലയാളികളൊന്നും അതിനും ജാതി മത ഭേദമൊന്നും ഇല്ലാണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് നല്ല സിനിമയാണ് സിനിമ കാണും. അല്ല, നിങ്ങൾ ഇതിന് മുന്നിൽ വന്നിരുന്ന് കുറേ വർഗീയ നിങ്ങൾ ഈ നാക്കുകൊണ്ടല്ലേ നിങ്ങൾ വല്ല ഉള്ളിലോട്ട് ചെല്ലുന്നത്. ഈ ഉള്ളിലോട്ട് കഴിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലുള്ളവർ മാത്രം ഉണ്ടാക്കി തരുന്നവരല്ല, പല മതങ്ങളിൽപ്പെട്ടവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് വായി തോന്നിയ വർഗീയ പരാമർശങ്ങൾ ഇങ്ങനെ പടച്ചു വിടുമ്പോണ്ടല്ലോ, നിങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ വെറും നാലാംകിട ചാനലാകും. വെറും നാലാംകിട മഞ്ഞപ്പത്രത്തിൻ്റെ വിലയെ നിങ്ങൾക്ക് നാട്ടുകാർ തരുന്നുള്ളൂ. അത് നിങ്ങളുടെ ടാം റേറ്റിംഗ് നോക്കിയാൽ അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അജണ്ടകളൊക്കെ നടപ്പാക്കുക. നിങ്ങളുടെ അജണ്ട എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ വർഗീയ പരാമർശങ്ങളോ അല്ലെ വർഗീയത ഇളക്കി വിടുന്ന തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്, നിങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങളുടെ വാർത്തകളൊക്കെ കാണുന്നവർക്കറിയാം എന്താ സംഭവം എന്നുള്ളത്. ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിലുള്ള സഹോദരന്മാർ പോലും, ആ മുസ്ലിം മതവിശ്വാസികൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക.
കുറച്ച് അല്ലെങ്കിൽ മതം തലക്ക് പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരല്ലാണ്ട് നല്ലൊരു ശതമാനം നിങ്ങൾക്കെതിരെ തന്നെയാണ്. ആ ആ സമൂഹത്തിലുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഈ കാന്താര എന്ന് പറയുന്ന സിനിമ കാണുന്നുണ്ട്. സിനിമയെ സിനിമയായിട്ട് കാണാനായിട്ട് പഠിക്കുക. അല്ലാതെ സിനിമയിലും വർഗീയ ചേർത്തിലും ഉണ്ടാക്കുന്ന ഉണ്ണുന്നതിലും ഉടുക്കുന്നതിലും നടക്കുന്നതിലും എല്ലാം വർഗീയത കാണാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ജനങ്ങൾ തുപ്പി അകറ്റി നിർത്തുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ നല്ല മനുഷ്യന് ഉപകാരപ്പെടുന്ന വാർത്തയായിട്ടും അല്ല ഒരു സിനിമ ഇറക്കിയ അതിൽ ഇന്ത്യയിൽ ഒരു സിനിമ ഇറക്കിയാൽ ഒന്നെങ്കിൽ അതിൽ പിന്നെ നമ്മൾ കഥ പറഞ്ഞു വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ഫാമിലി ആയിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതിൽ പറയുമ്പോൾ ഏതെങ്കിലും ഒരാളിലൊക്കെ പിന്നെ ഒരു ഹിന്ദു ഫാമിലിയുടെ കഥ പറയുകയാണെങ്കിൽ ഹിന്ദു അവർ വീട്ടിൽ വിളക്ക് വെക്കുന്നു, അതുപോലെ തന്നെ ആരാധിക്കുന്നു ഒക്കെ ആ സിനിമയിൽ സ്റ്റോറിയിൽ വരും. മുസ്ലിം കഥ പറയുവാണെങ്കിൽ മുസ്ലിം ഫാമിലിയുടെ കഥ പറയുകയാണെങ്കിൽ നിസ്കരിക്കുന്നു, ക്രിസ്ത്യൻ ഫാമിലിയുടെ പറയുവാണെങ്കിൽ അവർ ചർച്ചയിൽ പോകുന്നതൊക്കെ കാണിക്കേണ്ടി വരും. എന്ന് കരുതി അത് പിന്നെ ഒരു അവരുടെ മതം അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സംഘികളെക്കാട്ടിലും വലിയ വലിയ വർഗീയവാദികളാണല്ലോ നിങ്ങൾ. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സിനിമ ഉണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥരാകുന്നത്? ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ സിനിമ കണ്ട് കുറച്ച് മുസ്ലിം മതവിശ്വാസികളായ ആൾക്കാർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഹിന്ദു വിശ്വാസത്തിലോട്ട് മാറുമോ? അതോ പിന്നെ ഈ പറയുന്ന പോലെ മുസ്ലിം പശ്ചാത്തലമാക്കി, മുസ്ലിം കുടുംബത്തിൻ്റെ പശ്ചാത്തലമാക്കി ഒരു കഥ വരുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മുസ്ലിംസിലോട്ട് മാറുമോ? അതുപോലെ ക്രിസ്ത്യൻസ് മാറുമോ? നിങ്ങൾ ഒരു വെള്ളിയും വ്യാഴവും ഇല്ലാണ്ട് തലക്ക് ഓളം ഇല്ലാണ്ട് നിങ്ങളൊക്കെ പിടിച്ച് നെല്ലിക്കാത്തളം വെക്കണം. നിങ്ങളൊക്കെ ജീവിക്കുന്ന ഇന്ത്യയിൽ കുറച്ച് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിപ്പോയി, അധികം കിട്ടിപ്പോയി. അതിന് നിങ്ങളൊരു ചാനലും തുറന്നു വെച്ചിട്ട് നിങ്ങളുടെ വർഗീയ ചെറ്റത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു സ്ഥലമല്ല കേരളം. നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു പിന്നെ ഇത്രയ്ക്കൊരു വർഗീയത നടത്തേണ്ട യാതൊരു കാര്യവും ആ സിനിമയില്ല. ആ സിനിമ എന്താണോ ഡിമാൻഡ്, ആ സിനിമയിൽ എന്താണോ പറയുന്നത്, ആ സിനിമയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അല്ലെ നമ്മുടെ മതമാണ് വലുതെന്നോ നിങ്ങളുടെ മതമാണ് വലുതെന്നൊന്നും ആരും പറയുന്നില്ല. അതൊരു സിനിമയാണ്. ഒരു സിനിമയെ പോലും സിനിമയായിട്ട് കാണാൻ പറ്റാത്ത ചിന്താഗതി ഉണ്ടല്ലോ. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. അവന്മാർ അങ്ങനെയുള്ളൊരു എല്ലാമെന്നും അല്ല ഞാൻ പറയുന്നത്, അവിടെ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലോട്ട് വരുന്ന ഇത്രയും സമ്പൂർണ്ണ താച്ചരത എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇരുന്ന് ഇമാതിരി വർഗീയ വശം തുപ്പോ എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്ത. ഒരു സിനിമയായിട്ട് പോലും കാണാൻ പറ്റാത്ത നിൻ്റെയൊക്കെ വർഗീയ മൈൻഡ് ഉണ്ടല്ലോ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുന്നൊരു മൈൻഡ് ഉണ്ടല്ലോ. ഒരു 4 ആൾ നിങ്ങളുടെ റിവ്യൂ കണ്ടെന്ന് വെച്ചു, 4 ആൾ കണ്ടെന്ന് വെച്ചു, സിനിമ കാണാത്തവർ. ആ സിനിമ കാണാത്തവർ തെറ്റിദ്ധരിക്കപ്പെടില്ല ഇങ്ങനെയാ സംഭവം എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ആശയങ്ങളോട് ചെറിയ രീതിയിലെങ്കിലും പിന്നെ ഈ പറയുന്ന പോലെ ചായവുള്ള ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. ഒരു സിനിമയെക്കുറിച്ച് എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാ, എത്ര മനോഹരമായിട്ട് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, എത്ര ആൾക്കാരുടെ കഷ്ടപ്പാട്, എത്ര മികച്ച രീതിയിൽ സിനിമ ഒരുക്കി വെച്ചിരിക്കുക. ആ സിനിമയെ നിങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരാമർശനങ്ങൾ, ഈ പറയുന്ന വർഗീയതയിൽ ചാലിച്ച പരാമർശങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കേട്ടോ. സെപ്റ്റിക് ടാങ്കിൻ്റെ വില പോലും നിങ്ങളുടെ ചാനലിൽ നിന്ന് നാട്ടുകാർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും താഴെ കിടക്കുന്നത്. ഒരു നിങ്ങളീ ഇത്തരം വർഗീയത പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ചോറ് തിന്നുന്ന ആ വായിക്കൂടെ. നമുക്കറിയാം നാട്ടിൽ വർഗീയത വളർത്തുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ലോക്കൽ മഞ്ഞപ്പത്രങ്ങളടക്കമുള്ള ചാനലുകളുണ്ട്. ഈ പറയണ ഒരിടയ്ക്ക് പിന്നെ ഇങ്ങനത്തെ വർഗീയതയിൽ കുറച്ച് ബൂസ്റ്റ് അടിച്ചു കൊടുക്കുന്ന ചാനലാണ്. അത്തരം വാർത്തകൾ കോട്ട് ചെയ്ത് കൊടുക്കുന്ന ജനം ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. പിന്നെ ആ മതത്തിന് ഇങ്ങനെ, ആ മതത്തിൻ്റെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ അവിടെ കാണാം. പക്ഷെ നിങ്ങൾ അവരെക്കാട്ടിലും അതിനും മേലെ പോയി. അതെനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു ചാനൽ, എങ്ങനെയാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ചാനലിൽ നിന്നൊക്കെയാണ് ഈ ഒരു സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസം ഒരു ക്യാമറ ഓണാക്കി അതിന് മുന്നിൽ വന്നു പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് സിനിമയ്ക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. സിനിമ നല്ലതാണോ അല്ലയോ എന്ന് പറയാം. ആ സിനിമയാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. സിനിമയുടെ സ്ക്രിപ്റ്റ് കൊള്ളുവല്ല, അല്ലെങ്കിൽ എൻഗേജ്ഡ് അല്ല സിനിമ എന്നൊക്കെ പറയുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഒരു സിനിമ വരുന്നതിൽ ഒരു വർഗീയ പരാമർശം കൊണ്ടുവരുന്ന ഇപ്പം മുസ്ലിം ഫാമിലിയുടെ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസങ്ങൾ ആചാരമാക്കിയിട്ടൊക്കെ എത്ര സിനിമകൾ വരുന്നുണ്ട്, ക്രിസ്ത്യൻ ആചാരങ്ങൾ എന്ന് കരുതി ഇവിടെ ബാക്കിയുള്ളവർ ഇവിടെ പ്രശ്നമാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഈ റിവ്യൂവിനെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. നിങ്ങളുടെ ആ വീഡിയോയ്ക്കടിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും
കേരളത്തിലുള്ള എല്ലാ മാസത്തിലും പെട്ട ആൾക്കാർ വന്നിട്ട് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. സിനിമ ആയിട്ട് കാണാൻ പറ്റാത്ത നിങ്ങളുടെ വർഗീയത എന്ന് പറഞ്ഞ മനസ്സുണ്ടല്ലോ. ഇതിൽ വന്നിരുന്ന് ഈ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാർ അങ്ങനെ ആണോന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റ് ചെയ്ത നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറ്റത്തരങ്ങൾ പറഞ്ഞു വിടുന്നതായിരിക്കും, ഇത്തരം വൃത്തികെട്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ജോലി ഇട്ടിട്ട് നിങ്ങൾ പോയിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ട് വായി വരുന്ന ഇത്ര സെപ്റ്റിക് ടാങ്കിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത വെറും നാലാംകിട വാക്കുകൾ പറഞ്ഞിട്ടല്ല സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വലിയൊരു എഫേർട്ടിനെ ഇല്ലാതാക്കേണ്ടത്. സിനിമയെ പോലും നിങ്ങൾക്ക് വെറുതെ വിടാൻ പറ്റില്ല. അത്രയ്ക്ക് വർഗീയത നിറഞ്ഞും വർഗീയത കൊണ്ട് കുത്തി വർഗീയ വിഷം വിളമ്പുന്ന ഒരു ചാനലായി പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു സിനിമയെ പോലും നിങ്ങൾക്ക് വെറുതെ ഒരു സിനിമയായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുണ്ട് നിങ്ങൾ ഈ പറയുന്ന തമിഴ് പടമോ ഹിന്ദി പടമോ തെലുങ്ക് പടത്തിലൊക്കെ ഒരുപാട് ഈ പറയുന്ന ആചാരങ്ങളും മറ്റേതൊക്കെ കാണിക്കുന്ന അമിത ആചാരങ്ങൾ കാണിക്കുന്ന സംഗതികളുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ സിനിമ ബഹിഷ്കരിക്കുക. നിങ്ങൾക്ക് സിനിമയായിട്ട് കാണാൻ പറ്റില്ല, നിങ്ങൾ സിനിമ കാണണ്ട. നിങ്ങൾ എന്തിനാണ് പബ്ലിക്കിനോട് വന്ന് ഒരു ചാനൽ നടത്തിയിട്ട് പറയുന്നത് ഇതൊരു വർഗീയ അജണ്ടയാന്നൊക്കെ? എന്തൊരു അവസ്ഥയല്ലേ കാലത്തിന്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലൂടെ ഒരു ക്യാമറയും തുറന്നു വെച്ച് എന്ത് ചെറ്റത്തരവും വിളിച്ചു പറയാന്നുള്ള രീതിയിലോട്ടായി കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ചാനൽ കേന്ദ്ര സർക്കാർ കുറച്ചു കാലം ബാൻ ചെയ്തിരുന്നത് അത് നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ഈ വായിന്ന് വരുന്ന ഇത്തരം പരാമർശനങ്ങളല്ലേ അത് ഒരു നല്ലൊരു സിനിമയെ അങ്ങോട്ട് തകർക്കുന്നതിന് തുല്യമാണ്. ഞാൻ ഇതിന്റെ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും കണ്ടില്ല, എല്ലാവരും നല്ല റിവ്യൂ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. പക്ഷെ നിങ്ങൾക്ക് അതിനെ വർഗീയവൽക്കരിക്കാനുള്ള എന്താണ് അധികാരം? എന്തധികാരത്തിലാണ് നിങ്ങൾ അതിനെ വർഗീയവൽക്കരിക്കുന്നത്? ഭയങ്കര മോശം ഭയങ്കര സെപ്റ്റിക് ടാങ്കിന്റെ നിലവാരം പോലും ഇല്ലാത്തൊരു ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആരും ദയവ് ചെയ്തിട്ട് ചാനൽ കാണാതിരിക്കുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ ഇതും ഞാൻ പറയാതെ പറഞ്ഞ കുറച്ച് ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. എല്ലാ ചാനലിലും നല്ല വരുന്നതെന്ന് എനിക്ക് ഒരു അഭിപ്രായമില്ല. എല്ലാവരും അവരുടെ അജണ്ട വെച്ചായിരുന്നു. പക്ഷേ ഇത്തരം വർഗീയത വരുത്തുന്ന ചാനലുകൾ എല്ലാവരും അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കി വിടുക. ഇത്ര മഞ്ഞപ്പത്രത്തിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത സെപ്റ്റിക് ടാങ്ക് ചാനലുകൾ നിങ്ങൾ ഒഴിവാക്കി വിടുക. വേറെ ഒരുപാട് ചാനലുകളുണ്ട് കാണാൻ കൊള്ളാവുന്ന. ആ ചാനലുകൾ ദയവായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. കുറച്ചെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യത്വം നിറയട്ടെ. അല്ലാതെ ഇത്തരം വർഗീയതയിൽ ഊന്നി ജീവിക്കുന്നതിലും ഭേദം മനുഷ്യൻ ജീവിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഇത്തരം വർഗീയത വിളമ്പുന്ന സെപ്റ്റിക് ടാങ്കിൻ്റെ നിലവാരമുള്ള ചാനലുകൾ ദയവായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക.